ഒ പിയിൽ ഒരു 28 വയസ്സുള്ളൊരു കുട്ടി വന്നായിരുന്നു. അവർ ഭയങ്കര ടെൻഷനിലാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഓവറിയിൽ ഒരു മുഴയുണ്ട്. ആ മുഴയുടെ അകത്ത് പല്ല്, കൊഴുപ്പ്, അതുപോലെ തന്നെ മുടി, ഹെയർ, ടീത്ത്, ഫാറ്റ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ ടെൻഷനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഓവറിയുടെ അകത്ത് എത്തി എന്നുള്ളതാണ് അവർ ടെൻഷനായിരിക്കുന്നത്. ഇതൊരു വിചിത്രമായിട്ട് ഭയങ്കര രസകരമായിട്ടൊരു ഒവേറിയൻ സിസ്റ്റാണ്. അത് ഡെർമോയിഡ് സിസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനകത്ത് പറയാം ഹെയർ, ടീത്ത്, ഫാറ്റ്, ഇതാണ് 3 കണ്ടന്റ്. അതായത് കൊഴുപ്പുണ്ട്, മുടിയുണ്ട്, പല്ലുണ്ട്. ഈ 3 കണ്ടന്റും ഇതിനകത്തുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ ഈ ഒവേറിയൻ സിസ്റ്റിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കോശങ്ങൾ ജേം സെൽസ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. ഇതിനകത്തുനിന്ന് ഈ 3 ഇതിലേക്കും ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള കോശങ്ങളാണ്, ടിഷ്യൂസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന കോശങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സാധാരണ നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 20 വയസ്സിനും ഒരു 30-35 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളിലാണ് ഇത് കാണുന്നത്, നോർമലായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ചില പേഷ്യൻസ് പെയിനായിട്ട് നമ്മൾ സ്കാൻ എടുത്ത് നോക്കുമ്പോഴാണ് ഈ സിസ്റ്റ് കാണുന്നത്. അപ്പോൾ സിസ്റ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഡെർമോയിഡ് സിസ്റ്റ് ആണ്, ഇതാണ് കണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയുന്നത് സൈസ് ഉണ്ടെങ്കിൽ ഒരു 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ സൈസ് ഉണ്ടെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ലാപ്രോസ്കോപ്പി വഴി റിമൂവ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഫാറ്റ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇത് ഫ്ലോട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഇത് പിരിഞ്ഞിട്ട് ചിലപ്പോൾ ടോഷൻ പോലെയുള്ള കാര്യങ്ങൾ, അതായത് പിരിഞ്ഞിട്ട് റപ്ചർ ആകാം, ടോഷൻ സംഭവിക്കുക, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ പരിശോധനയ്ക്ക് വിടുമ്പോഴും ഈ റിപ്പോർട്ടുകൾ, അതായത് ഇത് ചെയ്ത് ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പേഷ്യൻറ്റിനെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ അവരുടെ ബന്ധുക്കളെ കാണിച്ചു, അവർ അന്നേരം സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കാറുണ്ട്. കാരണം ഇതിനകത്ത് ഹെയർ ആണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഷേവ് ചെയ്യുന്ന രീതിയിലുള്ള ഹെയർ ഉണ്ടല്ലോ, അത്രയും ടഫ്റ്റായിട്ടാണ് ആ ഹെയർ ടഫ്റ്റ്. ചിലപ്പോൾ അതിൽ കാണുമ്പോൾ അവർ അത്ഭുതപ്പെടാണ്, ഇതെങ്ങനെ എൻ്റെ കുട്ടിയുടെ വയറ്റിൽ ഇത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ലാപ്രോസ്കോപ്പി വഴി വരെ ഇത് ലാപ്രോസ്കോപ്പി ചെയ്യുന്ന വഴി ഇത് റിമൂവ് ചെയ്യാവുന്നതാണ്.